വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ബേസ് ചെയ്തിട്ടാണ്. വൈകുന്നേരം നമുക്ക് അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ കാണും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്ന വേർഡ് അതെ നമ്മുടെ ഒരു പദാർത്ഥത്തിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ്. ഓക്കെ, ആറ്റം എന്ന വാക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്ന് പറയുന്ന പദമായ അതിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ആ ആറ്റമോസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ്? വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മൾ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് വരെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയും. ആറ്റത്തിനകത്തും സാധനങ്ങളുണ്ട്. ആ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതുപോലെ ന്യൂട്രോണിനെ വരെ നമുക്ക് വിഭജിക്കാൻ പറ്റുന്ന ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ആറ്റത്തിൻ്റെ കഥ. ഓക്കെ, ആറ്റം എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ, ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? നിർദ്ദേശിച്ച ഒരാളാണ്, ഉപയോഗിച്ച വേറൊരാളാണ്. അപ്പം നിർദ്ദേശിച്ച ആളാണ് ആര്? ഓസ്വാൾഡ്. ഓക്കെ, ഓസ്വാൾഡാണ് നിർദ്ദേശിച്ചത്. ഉപയോഗിച്ചത് ആരാന്ന് വെച്ചാൽ നമ്മുടെ അറ്റോമിക് സിദ്ധാന്തം കണ്ടുപിടിച്ച ആളായ ഡാൾട്ടൺ ആണ്. ഓക്കെ, ജോൺ ഡാൾട്ടൺ. വർഷം ഓർത്ത് വെച്ചിരിക്കുക. ജോൺ ഡാൾട്ടൺ. വർഷം 1807. 1807 ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ആറ്റം നമ്മുടെ എല്ലാ പദാർത്ഥത്തിൻ്റെയും ഓൾ മാറ്റേഴ്സ് ആർ കൺസിസ്റ്റിംഗ് അബൌട്ട് ആറ്റംസ്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് അറ്റോമിക സിദ്ധാന്തം. അതായത് ഓരോ മൂലക ആറ്റത്തിനും അതിൻ്റേതായ ഒരു മാസ് ഉണ്ട് എന്ന് സ്ഥാപിച്ച സിദ്ധാന്തമാണ് അറ്റോമിക സിദ്ധാന്തം. പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണകങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച രണ്ട് തത്വചിന്തകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൂസിപ്പസ് ആണ്. ലൂസിപ്പസ്. രണ്ടാമത്തത് ഡെമോക്രിറ്റസ്. ഈ രണ്ടുപേരാണ് ഇതിൽ പറഞ്ഞ തത്വചിന്തകൾ. ഓക്കെ, പ്രപഞ്ചത്തിലെ എല്ലാ അതിസൂക്ഷ്മ ഘടകങ്ങളും ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലൂസിപ്പസും ഡെമോക്രിറ്റസും. പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി, അങ്ങനെ 4 സാധനങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. 4 എലമെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞ ആളാണ് പ്ലേറ്റോവും അരിസ്റ്റോട്ടിലും. ഓക്കെ, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പദാർത്ഥങ്ങൾ അവിഭാജ്യ ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ്. ഓക്കെ, ലുക്രീഷ്യസ് എന്താ പറഞ്ഞത്? ലുക്രീഷ്യസ് ടോൾ ദാറ്റ് പദാർത്ഥങ്ങൾ മാറ്റേഴ്സ് എന്ന് പറയുന്നത് മാറ്ററാണ് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ്. ഓക്കെ, പരമാണു സിദ്ധാന്തം. ഇനി ഇന്ത്യയിൽ വരുമ്പോൾ പരമാണു സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ് ആര്? കണാദൻ. അല്ലേ, കണാദ മഹർഷി കേട്ടില്ലേ? അദ്ദേഹമാണ് വൈശേഷിക സൂത്രം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. അത് എഴുതിയത് വൈശേഷിക സൂത്രം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എഴുതിയത്, ഒരു പുസ്തകം എഴുതിയത് കണാദനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത് ആറ്റം എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി എല്ലാവരും പഠിക്കാൻ ശ്രമിച്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പരീക്ഷണം ചെയ്ത ആളാണ് റുദർഫോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, റുദർഫോർഡ്. അപ്പോൾ ഈ റുദർഫോർഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഫോയിൽ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ അടിച്ചു വിട്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത ആളാണ് റുദർഫോർഡ്. അപ്പം ആറ്റം എന്താണെന്ന് എല്ലാവരും പഠിച്ചു. പക്ഷേ ആറ്റം എങ്ങനെ ഇരിക്കും, ആറ്റത്തിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മോഡൽ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ 1908 പുള്ളിക്കാരന് കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനവും കിട്ടി റുദർഫോർഡിന് ഈ സംഭവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ റുദർഫോർഡ് ആറ്റത്തിൻ്റെ മാതൃകയാക്കിയിട്ട്, അപ്പോൾ റുദർഫോർഡിൻ്റെ ശിഷ്യനായിരുന്നു ബോർ. ഓക്കെ, അപ്പോൾ ഈ ബോർ എന്ത് ചെയ്തു? റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റിതിരുത്തി ബോർ പുതിയൊരു മോഡൽ ഉണ്ടാക്കി. അതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഈ ബോർ മോഡൽ ഓഫ് ആറ്റം ഏത് തിയറിയുമായിട്ട്, ഈ ഫിസിക്സിൻ്റെ ഏത് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ക്വാണ്ടം തിയറി. ഓക്കെ, നമ്മുടെ റുദർഫോർഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആറ്റത്തിൻ്റെ സെൻറ്ററാണ്, അതിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അങ്ങനെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി തീരുമ്പോൾ അത് എന്ത് ചെയ്യും, നേരെ സെൻട്രലിൽ വന്ന് വീഴണ്ടേ? അത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞത് ക്വാണ്ടം തിയറിയാണ്. അപ്പോൾ നമ്മുടെ ബോർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ എനർജി ലെവലും ഫിക്സഡ് ആണ്, അതിന് ചേഞ്ച് വരത്തില്ല. അങ്ങനെ n എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം NH/2π എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അത്രയൊന്നും അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ബോർ പറഞ്ഞത് അത് ക്വാണ്ടൈസ്ഡ് ആണ്, അതിന് സ്പെസിഫിക് ആയിട്ട് എനർജി ലെവൽ ഉണ്ട് എന്നാണ് ബോർ പറഞ്ഞത്. അപ്പോൾ റുദർഫോർഡ്, അത് കഴിഞ്ഞ് ബോർ. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് നിശ്ചിത ഓർബിറ്റിന് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലും ഇലക്ട്രോണിന് ഓരോ ഊർജ്ജമുണ്ട്, ആ നിശ്ചിത ഊർജ്ജ നിലകളുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ഓരോ ഷെല്ലുണ്ട്, ആ ഷെല്ലിനെയാണ് നമ്മൾ നിശ്ചിത ഊർജ്ജ നിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ന്യൂക്ലിയസ് എവിടെയാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് അകലം കുറയും തോറും ഷെല്ലിൻ്റെ ഊർജ്ജം കൂടും. ഓക്കെ, നമ്മളിപ്പം ഉയരം കയറും തോറും ചായക്ക് കടുപ്പ് കൂടും എന്ന് പറയുന്ന കണക്ക് ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ ന്യൂക്ലിയസിനോട് അടുത്ത് വരുമ്പോൾ എനർജി കുറയും, പിന്നോട്ട് പോകുമ്പോൾ എനർജി കൂടും. അത് കഴിഞ്ഞിട്ട് 1886 ആയപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അതാരാണ് നടത്തിയത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ. അപ്പോൾ അതുവഴി നമ്മുടെ ആറ്റത്തിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ച ആളാണ് ഗോൾഡ്സ്റ്റൈൻ. ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന പോലെ സെയിം സാധനം തന്നെയാണ്, ജർമ്മനിക്കാർക്കാണ് ഈ പേര് വരുന്നത് കേട്ടോ, സ്റ്റൈൻ എന്ന്. അപ്പോൾ ഗോൾഡ്സ്റ്റൈൻ. അപ്പോൾ അങ്ങനെ ഈ ഗോൾഡ്സ്റ്റൈനാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തത്. ഏത് എക്സ്പെരിമെൻറ്റ് വഴി? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴി ഗോൾഡ്സ്റ്റൈനാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് 1897 നമ്മുടെ ജെ തോംസൺ വന്നു. ജെ തോംസൻ്റെ എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും അറിയാം, എന്താണ് ജെ തോംസൺ. അപ്പോൾ നമ്മുടെ ഗോൾഡ്സ്റ്റൈന് പോസിറ്റീവാണ്, അതേസമയം ജെ തോംസൺ നെഗറ്റീവാണ്. കാരണം പുള്ളിക്കാരനാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്, ഗോൾഡ്സ്റ്റൈനാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. സെയിം എക്സ്പെരിമെൻ്റ് തന്നെ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴി പോസിറ്റീവ് ചാർജ് കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റൈനും നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് ജെ തോംസണും. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ചാർജാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആളാണ് ജെ തോംസൺ. അതാണ് ജെ തോംസൻ്റെ അറ്റോമിക് മോഡൽ. ഓക്കെ, അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജനം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വക്രപാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനം, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ, അപ്പോൾ ഇവർ രണ്ടുപേരും ചാർജ് കണ്ടുപിടിച്ചു, മറ്റേ ആൾ ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞു ഇങ്ങനെ ചാർജുള്ള സംഭവം ഇങ്ങനെ കറങ്ങി തീരുമ്പോൾ അതിൻ്റെ എനർജി എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളാണ് ആര്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ആദ്യം നമുക്ക് ഈ പദാർത്ഥം മാത്രമേ അറിഞ്ഞുള്ളൂ, പിന്നെ ഡാൾട്ടൺ ഡാൾട്ടൺ വന്നിട്ട് ആറ്റം ആണെന്ന് പറയുന്നു. അങ്ങനെ ആറ്റം ആണെങ്കിൽ ആറ്റത്തിനെ പറ്റി ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് റുദർഫോർഡ്, അത് കഴിഞ്ഞ് ബോറിന് ശേഷം വരുന്നത് ഗോൾഡ്സ്റ്റൈനും ജെ തോംസണുമാണ്. അപ്പോൾ ഈ ഒരു ക്രോണോളജി പഠിച്ചു വെച്ചിരിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആറ്റത്തിലെ 3 ഘടകങ്ങളാണ് ഏതൊക്കെ? ആറ്റത്തിൽ എല്ലാവർക്കും അറിയാം, പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ അല്ലേ. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? എപ്പോഴും ചോദിക്കാറുണ്ട്. 1.602 × 10⁻⁻19 കൂളോം. ഈ സിമ്പൽ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. 1.602 × 10⁻19 കൂളോമാണ് പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ്. ഓക്കെ, അതേസമയം ഇലക്ട്രോണിൻ്റെതോ ഇത് നെഗറ്റീവ് ആവും, -1.602 × 10⁻19 കൂളോമാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മാസ്സാണ്, പ്രോട്ടോണിൻ്റെ മാസ്. സോ പ്രോട്ടോണിൻ്റെ മാസ് പറയുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസ് പറയുകയാണെങ്കിൽ ഏകദേശം 1.672 × 10⁻27 കിലോഗ്രാമാണ് പ്രോട്ടോണിൻ്റെ മാസ്. ഓക്കെ, -27 ആണ് ഇവിടെ. ഓക്കെ, അതുപോലെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 9.1 × 10⁻31 കിലോഗ്രാം. ഇത് കിലോഗ്രാമാണ്, ഇത് 2 കിലോഗ്രാമാണ് കേട്ടോ. 10⁻27 കിലോഗ്രാം -31 കിലോഗ്രാം. അടുത്തത് അറിഞ്ഞിരിക്കുന്നത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല, പകരം അതിൻ്റെ മാസ് എത്രയാണ്? സെയിം മാസൊക്കെ തന്നെയാണ്, 1.674 × 10⁻27 കിലോഗ്രാം. ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഏകദേശം ഒരേ മാസമാണ്, 7.2 ഉം 7.4 ഉം.
അങ്ങനെ ഓർപ്പിച്ചു നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആറ്റമിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആറ്റത്തിൻ്റെ ഏറ്റവും സെൻറ്റർ ഏതാണ്? ആറ്റത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസിൻ്റെ ചാർജ് എപ്പോഴും എന്താണ്? പോസിറ്റീവാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ അപേക്ഷിച്ച് നമ്മൾ ന്യൂക്ലിയസിനെ വെച്ച് കമ്പയർ ചെയ്ത് ആറ്റത്തിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10⁵ ഇരട്ടിയാണ്. ഓക്കെ, അതായത് ന്യൂക്ലിയസിനേക്കാളും 10⁵ ഇരട്ടി വലിപ്പമാണ് ആറ്റത്തിനുള്ളത്. ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂക്ലിയസിലെ കണങ്ങളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺ. ആ ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. അടുത്തത്, ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? അതാണ് ന്യൂട്രോൺ. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഏതാണ്? ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് പ്രോട്ടോണാണ്. ഓക്കെ, കാരണം ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പറയും, അതെല്ലാം പ്രോട്ടോണാണ്. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ വ്യത്യാസം വരാം, പക്ഷേ പ്രോട്ടോണിന് അങ്ങനെ വ്യത്യാസം വരത്തില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. നമ്മൾ ആധാർ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ഒരു നമ്പറല്ലേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് ഒരു വ്യത്യാസം വരാത്ത വ്യത്യാസം വരാൻ സാധ്യത വളരെ കുറവുള്ള ഒരു സംഭവമാണ് പ്രോട്ടോണിൻ്റെ നമ്പർ. സോ അതുകൊണ്ടാണ് പ്രോട്ടോൺ നമ്പർ നമ്മൾ അറ്റോമിക് ഐഡി എന്നും അറ്റോമിക് ഫിംഗർ പ്രിൻ്റ് എന്നും നമ്മൾ പറയുന്നത്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ കണം. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളും ഇലക്ട്രോണും എന്ത് ചെയ്യും? ഈക്വൽ ആയിരിക്കും. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഏത്? ഇലക്ട്രോൺ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗം മാത്രം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. മനസ്സിലായോ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗം മാത്രം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് അതിൻ്റെ ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ആളാണ് മില്ലിക്കൻ. ആരാണ്? മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് കേട്ടില്ലേ? സോ മില്ലിക്കൻ. അതുപോലെ ഇലക്ട്രോൺ എന്ന പേര് നൽകിയ ആളാണ് ആര്? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ട്രോൺ എന്ന പേര് നൽകിയതാണ് ജോൺ സ്റ്റോണി. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതമാണ് 1836:1. അതായത് മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ടു മാസ് ഓഫ് പ്രോട്ടോൺ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു മാസ് ഓഫ് ഇലക്ട്രോൺ ആണേ. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് 1837:1. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും വേവ് പാർട്ടിക്കിൾ, അത് നമുക്കറിയാം. ഇലക്ട്രോൺസിന് ഏതൊക്കെയുണ്ട്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദ്വൈത സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ ദ്വൈത സ്വഭാവമാണ് ഇതിനുള്ളത്, ഡുവൽ നേച്ചറാണ് ഉള്ളത്. അങ്ങനെ ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് ആര്? ഡി ബ്രോഗ്ലി. ഓക്കെ, അതുപോലെ ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞത് ഡി ബ്രോഗ്ലിയിൽ ഒരുപാട് അറിയാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒക്കെ ഉണ്ട്, ഫിസിക്സിൽ അത് പഠിക്കാനുണ്ട്. അപ്പോൾ എന്നാൽ ഇത്ര അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകൾക്ക് തരംഗ സ്വഭാവം വേവ് നേച്ചറാണെന്ന് പറഞ്ഞത് ത്രൂ എക്സ്പെരിമെൻറ്റ് തെളിയിച്ച ആളാണ് CJ ഡേവിസണും ജർമറും. എക്സ്പെരിമെൻറ്റ് കേട്ടിട്ടില്ലേ? CJ ഡേവിസണും ജർമർ. ഓക്കെ, LH ജർമറും CJ ഡേവിസണും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികളാണ് ഏത്? ന്യൂക്ലിയസിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയസിനകത്തുള്ള സൂക്ഷ്മ കണികളാണ് ഞാൻ പറഞ്ഞ പോലെ. അതിനെയും പൊട്ടിച്ചു നമ്മൾ. മെസോൺസ്, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, അതുപോലെ പോസിട്രോൺ, ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ന്യൂക്ലിയസിനകത്ത് ഉണ്ട്. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ പറയുന്ന പേരാണ് എന്ത്? അറ്റോമിക് നമ്പർ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഒരു ആറ്റത്തിൻ്റെ ID കാർഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണെന്ന് പറഞ്ഞത്. അറ്റോമിക് നമ്പറിനെ നമ്മൾ Z ഇട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് ഏത്? മാസ് നമ്പർ. അതിനെ നമ്മൾ Z എന്ന നമ്പർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A - Z അല്ലേ? അറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ ചെയ്താൽ മതി. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഓക്കെ, Z മൈനസ് ഇത് A ആണ് കേട്ടോ. A - Z ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. അതുപോലെ തന്നെ
നമ്മളെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട് കേട്ടോ, പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ, അതും ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് പോസിട്രോൺ. ഓക്കെ, ഈ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ആളാണ് ആര്? പോൾ ഡൈറാക്ക്. ആരാണ്? പോൾ ഡൈറാക്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പ്രോട്ടോണിന് തുല്യം മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളത്, അതായത് പ്രോട്ടോണിൻ്റെ സെയിം മാസ് ആണുള്ളത്, പക്ഷേ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അതാണ് പോസിട്രോൺ. അല്ല, അതാണ് തുല്യ മാസ് ഉള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതാണ് ആൻറ്റി പ്രോട്ടോൺ. ആൻറ്റി പ്രോട്ടോൺ പ്രോട്ടോണിൻ്റെ സെയിം മാസ്സാണ്, പക്ഷേ ചാർജ് മാത്രം എന്ത് ചെയ്യണം? ഓപ്പോസിറ്റാണ്. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോവും ആൻറ്റി ന്യൂട്രിനോവും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആറ്റമിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ചാർജും മാസും ഇല്ല. നോ ചാർജ് നോ മാസ്. അതാരാണ്? പാവപ്പെട്ട ആൾക്കാരാണ്, ന്യൂട്രിനോയും ആൻറ്റി ന്യൂട്രിനോയും. ഓക്കെ, ഇതൊക്കെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ, ന്യൂട്രിനോയും ആൻറ്റി ന്യൂട്രിനോയും. ന്യൂട്രിനോയെ കുറിച്ച് ഇതിനെപ്പറ്റി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് വുൾഫ്ഗാങ് പോളി. വുൾഫ്ഗാങ് പോളി. അതുപോലെ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടുകളാണ് ആൻറ്റി ന്യൂട്രോൺ. ഞാൻ നമ്മുടെ ഇലക്ട്രോണിൻ്റെ നമ്മുടെ പ്രോട്ടോണിൻ്റെ വിപരീത അല്ലെങ്കിൽ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി പ്രോട്ടോൺ. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ന്യൂട്രോൺ ആണ്. ഓക്കെ, ഇനി ഓരോരുത്തരും കണ്ടുപിടിച്ചതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ, എല്ലാവർക്കും അറിയാം. രണ്ടാമത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏർണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏർണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ ഏർണസ്റ്റ് റുദർഫോർഡും ന്യൂക്ലിയസും കണ്ടുപിടിച്ചു, പ്രോട്ടോണും കണ്ടുപിടിച്ചു കേട്ടോ. അതൊക്കെ ചോദിക്കുക. അടുത്തത് പോസിട്രോൺ ഞാൻ നേരത്തെ പറഞ്ഞു, കാൾ ആൻഡേഴ്സൺ. ഓക്കെ, കാൾ ആൻഡേഴ്സൺ. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളാണ് ചേംബർലെയിനും സാഗ്രൈൻ. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളാണ് ആര്? ബ്രൂസ് കോർക്ക്. അടുത്തത് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക, ന്യൂക്ലിയസ് മാതൃക, ഇതൊക്കെ കണ്ടുപിടിച്ച ആളാണ് റുദർഫോർഡ്, അതറിയാലോ. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃകയാണ് എർവിൻ ഷ്രോഡിഞ്ചർ കണ്ടുപിടിച്ചത്. ഓക്കെ, ആറ്റത്തിൻ്റെ വേവ് മാതൃക. ഓക്കെ, വേവ് മെക്കാനിക്സ് മോഡൽ, അതാണ് എർവിൻ ഷ്രോഡിഞ്ചർ. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെയ്സൻബർഗ്. അപ്പോൾ ഇത് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആറ്റം. ഇനി ആറ്റത്തിൽ ഇലക്ട്രോൺ വിന്യാസമാണുള്ളത്, നിങ്ങൾക്ക് ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ക്ലാസ് അടുത്ത തവണ ഇടാം. സോ എനിവേസ്, താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ് ആൻഡ് ബി ഹാപ്പി. ഹാവ് എ ഹാപ്പി ലേണിംഗ്. അപ്പോൾ നമുക്ക് രാത്രി നമ്മുടെ ക്വിസിന്